കേരള PSC 2026 ജൂലൈ 18 നടത്തിയ എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സാ രീതിയാണ്? ആൻസർ ക്ഷയം. നമുക്ക് ഇത് SCERT-യിൽ നിന്നുള്ള ഒരു ചോദ്യമാണെന്ന് മനസ്സിലാക്കാൻ ആ പാർട്ടൊന്ന് പഠിക്കാം. ക്ഷയം രോഗകാരി മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. പകർച്ചാരീതി രോഗി ചുമയ്ക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ വായുവിലെത്തുന്ന രോഗാണുക്കൾ അടങ്ങിയ ചെറിയ കണികകൾ ശ്വസിക്കുന്നതിലൂടെ. ബാധിക്കുന്ന ഭാഗം പ്രധാനമായും ശ്വാസകോശങ്ങളെയാണ് ബാധിക്കുന്നതെങ്കിലും വൃക്കകൾ, അസ്ഥികൾ, മസ്തിഷ്കം തുടങ്ങിയ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളെയും ബാധിക്കാം. ലക്ഷണം: 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ, പനി, വിശപ്പില്ലായ്മ, ഭാരക്കുറവ്, ക്ഷീണം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചിലപ്പോൾ കഫത്തിൽ രക്തവും കണ്ടേക്കാം. പ്രതിരോധം, ചികിത്സ: BCG വാക്സിനേഷൻ, ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ദീർഘകാല ചികിത്സ. ഡോട്ട്സ്. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? കല്ലേൽ പൊക്കുടൻ. കല്ലേൽ പൊക്കുടൻ ജനിച്ചത് 1937, അന്തരിച്ചത് 2015. 1937 മുതൽ 2015 വരെ. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിലൂടെ അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലേൽ പൊക്കുടൻ. 100,000-ലേറെ കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ച ഇദ്ദേഹം കണ്ടലുകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വളരാൻ അനുവദിക്കണമെന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചു. പല സ്ഥലങ്ങളിലും നടത്തിയ കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമെന്നോണം അദ്ദേഹത്തെ കണ്ടൽ പൊക്കുടൻ എന്ന് വിളിച്ചു. പ്രകൃതിയോടുള്ള സ്നേഹം കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിലൂടെ തെളിയിച്ച അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം. യുനെസ്കോയുടെ പാരിസ്ഥിതിക പ്രവർത്തന വിഭാഗം കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. കണ്ടലുകളെക്കുറിച്ച് പഠിക്കാൻ ഒരു സ്കൂൾ എന്ന സ്വപ്നം ബാക്കിവെച്ചാണ് അദ്ദേഹം യാത്രയായത്. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. യാന്ത്രികോർജം: വസ്തുക്കൾക്ക് ചലനം മൂലമോ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജമാണ് യാന്ത്രികോർജം. യാന്ത്രികോർജം 2 തരത്തിലുണ്ട്: സ്ഥിതികോർജവും ഗതികോർജവും. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. യാന്ത്രികോർജത്തെ 2ആയി തിരിക്കാം: സ്ഥിതികോർജം, ഗതികോർജം. ഗതികോർജം = 1/2 mv². സ്ഥിതികോർജം സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജം mgh, കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജം. ഇങ്ങനെ 2ആയിട്ട് സ്ഥിതികോർജത്തെ തിരിക്കാം. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്. പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി = 746 വാട്ട്. അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ഇരുമ്പിൻ്റെ അയിരുകളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. കോപ്പർ പൈറൈറ്റ്സ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ്. സിങ്ക് ബ്ലൻഡ്, കലാമിൻ. ടിന്ന്, കാസിറ്ററൈറ്റ്, ടിൻസ്റ്റോൺ. 1 ഹോഴ്സ് പവർ = 746 വാട്ട്. ഇവയിൽ ഏത് പ്രകൃതിദത്ത പോളിമറാണ്? ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? സെല്ലുലോസ്. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം. ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്ത മൂലകമാണ് സിലിക്കൺ. പ്രകൃതിദത്ത പോളിമറുകളാണ് സെല്ലുലോസ്, സ്റ്റാർച്ച്, സ്വാഭാവിക റബ്ബർ. പ്രകൃതിദത്ത പോളിമറുകളാണ് സെല്ലുലോസ്, സ്റ്റാർച്ച്, സ്വാഭാവിക റബ്ബർ. മനുഷ്യനിർമ്മിത പോളിമറുകളാണ് പോളിതീൻ, നൈലോൺ, ബേക്കലൈറ്റ്, PVC, കൃത്രിമ റബ്ബർ. മനുഷ്യനിർമ്മിത പോളിമറുകളാണ് പോളിതീൻ, നൈലോൺ, ബേക്കലൈറ്റ്, PVC, കൃത്രിമ റബ്ബറുകൾ. SCERT-യിൽ ഒരു ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദ്രാവകം ബാഷ്പീകരണത്തിലൂടെ വാതകമാകുന്നു. വാതകം സാന്ദ്രീകരണത്തിലൂടെ ദ്രാവകമാകുന്നു. ഖരം ഉത്പതനത്തിലൂടെ വാതകമാകുന്നു. വാതകം ഘനീഭവിക്കലിലൂടെ ഖരമാകുന്നു. ഖരം ദ്രവീകരണത്തിലൂടെ ദ്രാവകമാകുന്നു. ദ്രാവകം ഘനീഭവിക്കലിലൂടെ ഖരമാകുന്നു. ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറും. ഈ പ്രക്രിയയെ ഉത്പതനം എന്ന് പറയുന്നു. അവയുടെ വാതകങ്ങൾ തണുപ്പിച്ചാൽ ഖരമായി മാറും. പാറ്റ ഗുളിക,
അയഡിൻ എന്നിവ ഇത്തരത്തിലുള്ള ഖരപദാർത്ഥങ്ങളാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? 2000 ഹെർട്സ്. കാർബണിന്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളിൽ ഏതിനാണ് സ്ഥിരതയും ലഭ്യതയും കൂടുതൽ? കാർബൺ 12-നാണ്. ആവൃത്തി കൂടിയതും കുറഞ്ഞതുമായ ശബ്ദങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ എല്ലാ ആവൃത്തിയിലും ഉള്ള ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല. അതായത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിക്ക് പരിധിയുണ്ട്. സാധാരണ കേൾവിശക്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ കുറഞ്ഞ പരിധി 20 ഹെർട്സും കൂടിയ പരിധി 20,000 ഹെർട്സുമാണ്. അതായത് 20 കിലോ ഹെർട്സ്. 20 ഹെർട്സിൽ താഴെയുള്ള ആവർത്തി ശബ്ദത്തെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ മുകളിലുള്ള ശബ്ദത്തെ അൾട്രാസോണിക് എന്നും പറയുന്നു. കാർബൺ 12, 13, 14 എന്നിവ കാർബണിന്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. കാർബൺ 12 ആണ് ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോട്ടോപ്പ്. കാർബണിന്റെ ആകെ ഐസോട്ടോപ്പുകളിൽ ഏകദേശം 1.1% മാത്രമാണ് കാർബൺ 13. ഇത് സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നു. കാർബൺ 13 സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നു. കാർബൺ 14 ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. ഇത് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് സഹായിക്കുന്നു. ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിന്റെ സങ്കര ഇനമാണ്? പയർ. മുളക് ഉജ്ജ്വല ജ്വാലാമുഖി, പയർ ജ്യോതിക ഭാഗ്യലക്ഷ്മി, നെല്ല് പവിത്ര അന്നപൂർണ, തെങ്ങ് ചന്ദ്രലേഖ ചന്ദ്രശങ്കര, വെണ്ട സൽകീർത്തി കിരൺ. മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ ഡി. വിറ്റമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. പാലുൽപ്പന്നങ്ങളിലൂടെയും വിറ്റമിൻ ഡി ലഭിക്കുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിനും വിറ്റമിൻ ഡി സഹായിക്കുന്നു. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. പ്രസ്താവന എയും ഡിയും ശരിയാണ്. കട്ടികൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. ധമനി കട്ടികൂടിയ ഇലാസ്തികതയുള്ള ഭിത്തി. രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു. ലോമിക ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തി. ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. സിര കട്ടികുറഞ്ഞ ഭിത്തി. രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. വാൽവുകൾ കാണപ്പെടുന്നു. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നു. പോർട്ടൽ സിരകൾ ചില സിരകൾ ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കുന്നതിന് പകരം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്നു. ഇത്തരം സിരകളാണ് പോർട്ടൽ സിരകൾ. ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിലെത്തിക്കുന്ന ഹെപ്പാറ്റിക് പോർട്ടൽ സിര ഇതിന് ഒരു ഉദാഹരണമാണ്. മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? മസ്തിഷ്കത്തിൽ തലാമസിന് സമീപം സ്ഥിതി ചെയ്യുന്ന പീനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഹോർമോണിന്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നു. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന ശരിയാണ്, എന്നാൽ കാരണം തെറ്റാണ്. മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട്. ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിന്റെ തന്തുകത്തിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത് എന്നത് തെറ്റാണ്. കേസരപുടം കേസരങ്ങൾ ചേർന്നതാണ് കേസരപുടം. കേസരത്തിന് തന്തുകം, പരാഗി എന്നീ ഭാഗങ്ങളുണ്ട്. പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കൾ ഉള്ളത്. പുംബീജത്തെ വഹിക്കുന്ന ഭാഗങ്ങളാണ് പരാഗരേണുക്കൾ. പ്രസ്താവനയിൽ തന്നിരുന്നത് തന്തുകങ്ങൾ സ്ത്രീകളാണ് തന്തുകത്തെ, അതായത് തന്തുകം പെൺപൂവിലാണ് ഉള്ളത് എന്നാണ് പ്രസ്താവനയിൽ തന്നത്. എന്നാൽ അല്ല, കേസരപുടത്തിൽ അതായത് പുംബീജത്തിൽ ആൺ ബീജകോശത്തിലാണ് തന്തുകമുള്ളത്. ജനിപുടം പൂവിന്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ജനിപുടം. ജനിയിൽ പരാഗസ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം എന്നീ ഭാഗങ്ങളുണ്ട്. അണ്ഡാശയത്തിനുള്ളിലെ ഒവ്യൂളിനുള്ളിലാണ് അണ്ഡം അഥവാ പെൺ ബീജകോശം കാണപ്പെടുന്നത്. വായുമലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? ലൈക്കനുകൾ. ലൈക്കനുകൾ ചില ആൽഗകളോ
സയനോബാക്ടീരിയകളോ ചിലയിനം ഫംഗസുകൾക്കുള്ളിൽ വസിക്കുന്നു. ഫംഗസ് ഘടനയും സംരക്ഷണവും നൽകുമ്പോൾ ആൽഗകളോ സയനോബാക്ടീരിയകളോ പ്രകാശ സംശ്ലേഷണത്തിലൂടെ രണ്ട് ജീവികൾക്കും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു. ഫംഗസ് ആൽഗ അല്ലെങ്കിൽ ഫംഗസ് സയനോബാക്ടീരിയ ചേർന്നുള്ള സഹജീവനമാണ് ലൈക്കനുകൾ. കഴിഞ്ഞ 10th പ്രിലിംസിന് വന്ന മുഴുവൻ സയൻസ് ചോദ്യങ്ങളും SCERTയിൽ നിന്നുള്ളതായിരുന്നു. അതിൻ്റെ അനുബന്ധ വിവരങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. മേ ബി അതേ പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് നേടാം. ബാക്കിയുള്ള SCERT ചാപ്റ്ററുകൾ ഇതുപോലെ ക്യാപ്സ്യൂൾ ഫോമിലായിട്ട് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഇനിയും അങ്ങോട്ട് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, മികച്ച സ്കോർ കൈവരിക്കുക.